രാമഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കർക്കിടക മാസത്തിൻ്റെ സന്ധ്യകളിൽ രാമായണം വായിക്കാത്തവരായി ആരാണുള്ളത്? രാമായണത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശൃംഗിബേരം എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം, ഗുഹൻ എന്ന നിഷാദ രാജാവ്. അടുത്ത ക്വസ്റ്റ്യൻ, വനവാസത്തിന് പുറപ്പെട്ട സീതാരാമലക്ഷ്മണന്മാരുടെ തേർ തെളിച്ചത് ആരായിരുന്നു? ഉത്തരം, സുമന്ത്രർ. അടുത്ത ക്വസ്റ്റ്യൻ, വനവാസത്തിന് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർക്ക് മരവുരി നൽകിയത് ആരായിരുന്നു? ഉത്തരം, കൈകേയി. അടുത്ത ക്വസ്റ്റ്യൻ, കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ട 2 വരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം, ഒന്നാമത്തെ വരം ഭരതനെ രാജാവാക്കണമെന്നതും രണ്ടാമത്തെ വരം രാമനെ 14 വർഷം വനവാസത്തിന് അയക്കണം എന്നതുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രാമൻ്റെ പട്ടാഭിഷേകം മുടക്കാൻ കൈകേയിയെ ഉപദേശിച്ചത് ആരാണ്? ഉത്തരം, മന്ധര. അടുത്ത ക്വസ്റ്റ്യൻ, രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ഉത്തരം, കുലഗുരുവായിരുന്ന വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സീതാ സ്വയംവരത്തിനു ശേഷം അയോധ്യയിലേക്ക് പോകുകയായിരുന്ന വിവാഹ ഘോഷയാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാനായി തുനിഞ്ഞത് ആരാണ്? ഉത്തരം, പരശുരാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്മണൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം, ഊർമിള. അടുത്ത ക്വസ്റ്റ്യൻ, ഭരതൻ്റെ ഭാര്യ ആരാണ്? ഉത്തരം, ശ്രുതകീർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, കാനനയാത്രയിൽ സീതാരാമലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ആരായിരുന്നു? ഉത്തരം, ഭരദ്വാജൻ. അടുത്ത ക്വസ്റ്റ്യൻ, സീതാരാമലക്ഷ്മണന്മാർക്ക് താമസത്തിനായി ഭരദ്വാജ മഹർഷി കാണിച്ചു കൊടുത്ത സ്ഥലം ഏതായിരുന്നു? ഉത്തരം, ചിത്രകൂട പർവ്വതം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ നിന്നും ചിത്രകൂടത്തിലേക്ക് ഒരു നദി മുറിച്ച് കടക്കണം. ആ നദിയുടെ പേരെന്താണ്? ഉത്തരം, കാളിന്തി. അടുത്ത ക്വസ്റ്റ്യൻ, സപ്തർഷികൾ ആരെല്ലാം? ഉത്തരം, മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ ഇവരാണ് സപ്തർഷികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദശരഥൻ്റെ മരണവാർത്ത രാമനെ അറിയിച്ചത് ആരായിരുന്നു? ഉത്തരം, വസിഷ്ഠൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീരാമനു വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ചത് എങ്ങനെയായിരുന്നു? ഉത്തരം, ശ്രീരാമപാദുകം സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, രാവണൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു? ഉത്തരം, കൈകസി. അടുത്ത ക്വസ്റ്റ്യൻ, രാവണൻ്റെ അച്ഛൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം, വിശ്രവസ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം അദ്ദേഹത്തിന് നൽകിയത് ആരായിരുന്നു? ഉത്തരം, ബ്രഹ്മാവ്. അടുത്ത ക്വസ്റ്റ്യൻ, രാവണ സഹോദരി ആരായിരുന്നു? ഉത്തരം, ശൂർപ്പണഖ. അടുത്ത ക്വസ്റ്റ്യൻ, രാവണന് ചന്ദ്രഹാസം എന്ന വാൾ സമ്മാനമായി നൽകിയത് ആരായിരുന്നു? ഉത്തരം, ശിവൻ. അടുത്ത ചോദ്യം, പുഷ്പക വിമാനം രാവണൻ ആരിൽ നിന്നും കൈക്കലാക്കിയതായിരുന്നു? പുഷ്പക വിമാനം രാവണൻ വൈശ്രവണനിൽ നിന്നായിരുന്നു കൈക്കലാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, രാവണൻ്റെ പത്നിയുടെ പേരെന്തായിരുന്നു? ഉത്തരം, മണ്ഡോദരി. അടുത്ത ചോദ്യം, സ്ത്രീ മൂലം നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് രാവണനെ ശപിച്ചത് ആരായിരുന്നു? ഉത്തരം, വേദവതി. അടുത്ത ചോദ്യം, പുലസ്ത്യ മഹർഷിക്ക് രാവണനുമായുള്ള ബന്ധം എന്തായിരുന്നു? പുലസ്ത്യ മഹർഷി രാവണൻ്റെ മുത്തച്ഛനായിരുന്നു.
അടുത്ത ചോദ്യം, ബാലിയുടെ രാജ്യം ഏതാണ്? ഉത്തരം കിഷ്കിന്ധ. അടുത്ത ചോദ്യം, രാവണനെ വാലിൽ വരിഞ്ഞുകെട്ടിയ വാനര രാജാവ് ആരായിരുന്നു? ഉത്തരം ബാലി. അടുത്ത ചോദ്യം, രാവണൻ്റെ പുത്രൻ ആരാണ്? ഉത്തരം മേഘനാഥൻ. അടുത്ത ചോദ്യം, ഇന്ദ്രജിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ദേവേന്ദ്രനെ ജയിച്ചവൻ. അടുത്ത ചോദ്യം, വനയാത്രയിൽ സീതയ്ക്ക് അംഗരാഗവും ആഭരണങ്ങളും നൽകിയത് ആരായിരുന്നു? ഉത്തരം അനസൂയ. അടുത്ത ചോദ്യം, അനസൂയയുടെ ഭർത്താവ് ആരായിരുന്നു? ഉത്തരം അത്രി മഹർഷിയുടെ ഭാര്യയാണ് അനസൂയ. അടുത്ത ചോദ്യം, ദണ്ഡകവനത്തിൽ വച്ച് ശ്രീരാമനാൽ വധിക്കപ്പെട്ട രാക്ഷസൻ ആരായിരുന്നു? ഉത്തരം വിരാധൻ. അടുത്ത ചോദ്യം, വിരാധൻ്റെ പൂർവജന്മം വിരാധൻ ആരായിരുന്നു? ഉത്തരം വിദ്യാധരൻ എന്ന ഗന്ധർവനായിരുന്നു വിരാധൻ. അടുത്ത ചോദ്യം, ശ്രീരാമന് വൈഷ്ണവ ശാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചത് ആരായിരുന്നു? ഉത്തരം അഗസ്ത്യമുനി. അടുത്ത ചോദ്യം, സീതാരാമലക്ഷ്മണന്മാർക്ക് താമസിക്കാൻ അഗസ്ത്യമുനി നിർദ്ദേശിച്ച സ്ഥലം ഏതായിരുന്നു? ഉത്തരം പഞ്ചവടി. അടുത്ത ചോദ്യം, പഞ്ചവടിയിൽ ശ്രീരാമാശ്രമത്തിന് കാവൽക്കാരനായി നിന്ന പക്ഷിശ്രേഷ്ഠൻ ആരായിരുന്നു? ഉത്തരം ജടായുവാണ് കാവൽക്കാരനായി നിന്നത്. ഉത്തരം. അടുത്ത ചോദ്യം, കാർത്തവീര്യാർജുനനുമായി രാവണൻ ഒരിക്കൽ ഏറ്റുമുട്ടാനുണ്ടായ കാരണം എന്തായിരുന്നു? ഉത്തരം ശിവപൂജ മുടക്കിയതിന്. അടുത്ത ചോദ്യം, സീത അപഹരണ സമയത്ത് പൊന്മാനായി മാറിയ രാക്ഷസൻ ആരായിരുന്നു? ഉത്തരം മാരീചൻ. അടുത്ത ചോദ്യം, രാവണൻ സീത അപഹരണത്തിനെത്തിയത് ആരുടെ വേഷത്തിലാണ്? ഉത്തരം ഒരു സന്യാസിയുടെ വേഷത്തിലെത്തിയാണ് രാവണൻ സീതയെ അപഹരിച്ചത്. അടുത്ത ചോദ്യം, സീതയെ അപഹരിച്ചുകൊണ്ട് വിമാനത്തിൽ പോകുമ്പോൾ രാവണനെ എതിരിട്ട് അദ്ദേഹത്തിൻ്റെ വില്ല് പൊട്ടിച്ചത് ആരായിരുന്നു? ഉത്തരം ജടായു എന്ന പക്ഷിശ്രേഷ്ഠനാണ് ഇത് ചെയ്തത്. അടുത്ത ചോദ്യം, ലങ്കയിൽ സീതാദേവി കഴിഞ്ഞുകൂടിയത് എവിടെയായിരുന്നു? ഉത്തരം അശോകവനത്തിൽ. അടുത്ത ചോദ്യം, ആദ്യം ഒരു ഗന്ധർവനായിരുന്ന കബന്ധൻ ഒരു രാക്ഷസനായി മാറിയത് ആരുടെ ശാപം നിമിത്തമാണ്? ഉത്തരം കബന്ധൻ രാക്ഷസനായത് അഷ്ടാവക്രൻ എന്ന മഹർഷിയുടെ ശാപത്താലാണ്. അടുത്ത ചോദ്യം, അഷ്ടാവക്രൻ കബന്ധനെ ശപിച്ചതിന് കാരണം എന്തായിരുന്നു? ഉത്തരം തൻ്റെ വൈരൂപ്യത്തിൽ കളിയാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ ശപിച്ചത്. അടുത്ത ചോദ്യം, സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് ലങ്കയിലേക്കാണെന്ന വൃത്താന്തം ശ്രീരാമനെ അറിയിച്ചത് ആരായിരുന്നു? ഉത്തരം ശബരി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.